പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശു ആരാധന. ആമേൻ. യെശയ്യായുടെ പുസ്തകം 61 അധ്യായത്തില് യെശയ്യായ്ക്ക് ദീർഘദർശി പറയാണ്. എന്താണ് പറയുന്നത്? 1 വചനം, ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സത്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആമേൻ. അതാണ് 1 യോഹന്നാൻ 4:13 പറഞ്ഞതാണ്. ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു. അപ്പൊ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ആമേൻ. ഇനി 1 യോഹന്നാൻ 2:20 പറഞ്ഞാൽ നോക്കിയേ, പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന്. അപ്പൊ ഈ അറിവില്ലായ്മയാണ് വീണ്ടും പറഞ്ഞത്, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. 2:20 പറഞ്ഞു. ഇനി അതേ അധ്യായത്തിൽ 1 യോഹന്നാൻ 2:27 പറഞ്ഞ, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങൾ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിപ്പിക്കും. അപ്പൊ ഇനി പരിശുദ്ധാത്മാവാണ് നിങ്ങളെ പഠിപ്പിക്കേണ്ടത്. അവൻ യേശു വന്ന് സത്യം പറഞ്ഞു. സ്വർഗത്തിലൊരു പിതാവുണ്ട്, ദുഷ്ടനെ ഞാൻ കീഴടത്തിരിക്കുന്നു, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു പുനരുത്ഥാനമുണ്ട്, ഞാൻ ഉയർത്തുന്നതുകൊണ്ട് നിങ്ങളും എന്നോടൊപ്പം ഉയർപ്പിക്കപ്പെടും, എന്നെ വിശ്വസിക്കുന്നതിന് ഉയർക്കപ്പെടും, ആത്മാവിനെ ദാനമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നു, ആർക്കെങ്കിലും ദാഹിക്കെങ്കിലും വരുവണി ജീവൻ ജനം ഞാൻ സൗജന്യമായിട്ട് തരാം. അതായത് ഒരു 10 പൈസ പോലും കൊടുക്കണം. പക്ഷെ നമ്മളൊക്കെ യൂണിവേഴ്സിറ്റി പോയി എന്തെല്ലാം പഠിച്ചിട്ട് അവസാനം എന്ത് കിട്ടി? അവസാനം എന്നാ പറ്റി? അവസാനം മാനസിക രോഗിയാകുന്നുണ്ട് ചിലരെന്താകുന്നത്, ചിലർക്ക് തളർന്ന് വീൽ ചെയർ ഇരിപ്പുണ്ട്, ചിലർക്കോ സുബോധമില്ലാതെ നടപ്പുണ്ട്. അങ്ങനെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നേരിട്ട് പഠിപ്പിക്കാം. അപ്പൊ സഹായകനായ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമില്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കും. അപ്പൊ ആദ്യം പഠിക്കണം, അല്ലാതെ ചുമ്മാ തരണേ വരണമെന്ന് പറഞ്ഞാലും നടക്കില്ല. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അപ്പൊ 4 അധ്യായത്തില് 1 യോഹന്നാൻ, അതായത് ദൈവം തന്നെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കണം, നാം ദൈവം നമ്മിൽ വസിക്കുന്നു. ആമേൻ. ഇനി 1 യോഹന്നാൻ 3 അധ്യായത്തിന്റെ ഏറ്റവും അവസാന വചനം, 24 വചനം, അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അപ്പോൾ ദൈവം നിന്നിൽ വസിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന് നിന്നിൽ പ്രവർത്തിക്കണം. നീ ദൈവഹിതം അനുസരിക്കണം, നീ ദൈവ കൽപ്പന അനുസരിക്കണം. ഇനി എന്നിട്ട് പറഞ്ഞറിയാം, അവൻ കൽപ്പന പാലിക്കുന്നവനിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നു എന്നും നാം അറിയുകയും ചെയ്യുന്നു. കേട്ടോ, അപ്പൊ ഈ ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ട്. ഈ ദൈവത്തെ കൂടാതെ നിനക്ക് ഈ ആത്മാവിലാണ് ജീവനിരിക്കുന്നത്. കേട്ടോ, അപ്പൊ യെശയ്യായുടെ പുസ്തകത്തിൽ എന്നെ പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവ് എന്തുകൊണ്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കേട്ടോ, എന്നിട്ടോ അയക്കപ്പെടുവാണ്. ഈ പിതാവുമായിട്ട് ഐക്യത്തിൽ നിൽക്കുമ്പോഴാണ് പിതാവ് അയക്കുന്നത്. ആമേ. ഈ സ്നാപയോഹന്നാനുണ്ടല്ലോ, 6 പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ, പക്ഷെ പിന്നെ അവനെ വിളിക്കുന്ന, അവൻ പിന്നെ മരുഭൂമിയിലായിരുന്നു. പിന്നെ അവൻ വിളിക്കുന്ന എപ്പോഴാണെന്നറിയോ? ദൈവം വീണ്ടും അവനാളിൽ പറഞ്ഞ, അവൻ മരുഭൂമിയിലായിരുന്നു. 30 വർഷം കഴിഞ്ഞാണ് ഈ സ്നാപയോഹന്നാൻ വീണ്ടും പിതാവായ ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് പറയാണ്, യേശുവിന് വഴിയൊരുക്കാൻ അവനോട് പോകാൻ പറയാം. അവൻ നോക്കണേ, ഈ ലൂക്കായുടെ സുവിശേഷം 3 അധ്യായത്തിലാണ് ഇത് പറയുന്നത്. അതായത് 2 വചനം, അന്നാസും കയ്യപ്പാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സക്രിയയുടെ പുത്രനായ യോഹന്നാനും മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. കേട്ടോ, എന്നിട്ട് ഇവിടെ പറഞ്ഞ, അവൻ പാപമോചനത്തിലുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരിപരുത്തവ മൃദുലമാക്കപ്പെടും, സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. കേട്ടോ, ഇതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലുണ്ട് എന്ന് വെച്ചാൽ ചാടി ഇറങ്ങുമല്ലേ ചെയ്യേണ്ടത്. ദൈവം നിന്നോട് പറയും, പോയി ദൗത്യം ചെയ്യാൻ. ആമേൻ. മോശ ആടിനെ മേയിച്ച് നടക്കായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയോ? ഹല്ലേലൂയ, എന്ത് സംഭവിച്ചു? ഇസ്രായേൽ ജനത്തിന് നിലവിളി വന്നപ്പോഴത്തേക്കും മോശയുടെ അടുത്തേക്ക് ദൈവം ചെന്നു. കേട്ടോ, ഹല്ലേലൂയ. അപ്പൊ ഇതായിരിക്കണം. പത്രോസ് മട്ടുപ്പാവിൽ നിന്ന് പ്രാർത്ഥിക്കായിരുന്നു, അവനോട് ദൈവം സംസാരിച്ചു. അതുപോലെ തന്നെ കൊർന്നേലിയോസിനോട് സംസാരിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ദൈവം ഇടപെട്ടിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഹല്ലേലൂയ. അപ്പൊ ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനം, ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവസരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. പുത്രനെ അയക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇതിന്റെ ബാക്കി താഴോട്ട് നിങ്ങൾ വായിച്ചു. യെശയ്യാ 61:4. പണ്ട് നശിച്ചു പോയ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. അപ്പം തകർന്ന പഴയ തലമുറകൾക്ക് നമ്മൾ പുതിയ തലമുറയ്ക്ക് അടിസ്ഥാനം ഇടേണ്ടവരാണ്. ആമേൻ. ഇനി യെശയ്യാ പറഞ്ഞ കാര്യം പിന്നീട് എപ്പോഴാണ് പൂർത്തിയാക്കിയത്? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും 17-ാമത്തെ വചനം നോക്കിയേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് അവൻ കണ്ടു. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്ര സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കേട്ടോ, അപ്പം നമ്മളെല്ലാം അഭിഷിക്തരാണ്. അതാരാണേലും, പുരോഹിതനാണേലും നമ്മളാണെല്ലാം. പക്ഷെ നമ്മളും പുരോഹിതൻ തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ അവർ കൂതാശ ചെയ്യാനുള്ള അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഭിഷിക്തരാണ്. ആമേൻ. ആത്മാവിൽ നിന്നും എന്തിനും എന്നിട്ട് ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തർക്ക് സ്വാതന്ത്ര്യം. എന്നിട്ട് 21-ാമത്തെ വചനം അവർ പറയാണ്, അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് പൂർത്തിയായി നിറവേറിയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ യെശയ്യായോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് യേശു വന്നപ്പോൾ പൂർത്തിയായി. സ്നാപയോനായിട്ട് പൂർത്തിയായി. ഇനി നോക്കിയേ, 7-ാമത്തെ അധ്യായത്തിൽ എന്നാ പറഞ്ഞു നോക്കിയേ, 14-ാമത്തെ വചനം. അതിനാൽ കർത്താവിൽ തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. കേട്ടോ, ഇതാണ് പിന്നീട് ബത്ലഹേമിൽ സകല രക്ഷയ്ക്കും വേണ്ടിയുള്ള രക്ഷകൻ പറക്കുന്നതും അവന്റെ പേര് ഇമ്മാനുവൽ. അപ്പം യെശയ്യാ പറഞ്ഞത് പിന്നീട് പൂർത്തിയാകണം. ഇതെല്ലാം പൂർത്തിയാകണം. ആമേൻ. അപ്പോൾ യെശയ്യായുടെ പുസ്തകത്തിൽ പറഞ്ഞതെല്ലാം പിന്നീട് യേശു വന്ന് പൂർത്തിയായി. ഇനി യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി യേശുവിന്റെ 2-ാം വരവ് വന്ന് പൂർത്തിയാവും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഏതാ? അവന്റെ 2-ാം വരവിൽ ഞാൻ അവനെപ്പോലെ രൂപാന്തരപ്പെടും. കണ്ടോ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞത്, നിങ്ങൾ മനുഷ്യനെ പിടിക്കുന്നവരാകണം. അവൻ അന്ധർക്ക് കാഴ്ച കൊടുക്കണം, മുടന്തർക്ക് നടക്കണം. ഇതല്ലേ കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശുവെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഈ യെശയ്യാക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കാൻ കാരണം എന്നറിയോ? ഇതെല്ലാം വെളിപ്പെടുത്താൻ കാരണം വെച്ചാൽ യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറയണം, 3-ാമത്തെ വചനം. സ്വർഗത്തിൽ മാലാഖമാരിങ്ങനെ പറഞ്ഞു ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ്, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കേട്ടോ, ഇപ്പം നമ്മൾ കുർബാനയിൽ പറഞ്ഞില്ലേ, അവിടുത്തെ മഹത്വത്തെ ആ സ്വർഗം ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ആമേൻ. നീ അതിലേക്ക് പ്രവചിച്ചിട്ടില്ല, നീ അതിന്റെ പുറത്താണ് നിൽക്കുന്നത്. ആമേൻ. അതെന്നെ പറഞ്ഞ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഈ സ്വർഗം തുറക്കുവാണ് യെശയ്യായുടെ മുന്നേ. അപ്പം എന്നാ പറയുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, എന്നാൽ ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. കണ്ടോ. കാരണം ഇനി എന്തുകൊണ്ടാണ്? നീ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. കേട്ടോ, അപ്പൊ നീ നിന്റെ സ്വർഗത്തിനായ നിന്റെ രാജാവിനെ കണ്ടാൽ, ഈ സ്വർഗത്തിരിക്കുന്ന നിന്റെ രാജാവിനെ കണ്ടാൽ, നിന്റെ സൃഷ്ടാവിനെ കണ്ടാൽ നീ അശുദ്ധനാന്ന് പറയും. അശുദ്ധവും വിശുദ്ധിയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് നടക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇതാദ്യം ഉണ്ടാകണം. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്നെ സംഭവിക്കുന്നില്ല. അപ്പൊ നീ പറയണം, കർത്താവേ ഞാൻ അശുദ്ധനാണ്. അപ്പൊ എന്നെ സംഭവിച്ചത്, ഒരു കൊടില് കൊണ്ടുവന്നു. കണ്ടോ, ഒരു സെറാഫുകളിൽ ഒരു കൊള്ളു വന്ന് എടുത്ത് തീക്കനലുമായി എൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടു. അപ്പം മാലിന്യങ്ങളും പാപങ്ങളും കർത്താവ് പിന്നീട് വന്ന് നീക്കി. ഇനി നീ എന്നെയാണത്? നീ ദൈവമായിട്ട് നീ സംസാരിച്ചിട്ട് ഒരു വിശുദ്ധീകരണത്തിലേക്ക് വരണം. അവൻ ഒരു വിശുദ്ധിയിലേക്ക് വന്നിട്ട് പിന്നെയാണ് നിന്നെ അയക്കുന്നത്. അന്നേരമാണ് അതിന് ഇങ്ങനെ മാലിന്യങ്ങൾ നീക്കപ്പെട്ട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചതിന് ശേഷമാണ് നിന്നെ വിശുദ്ധീകരിച്ചിട്ടാണ് പിന്നെ യെശയ്യാ വിടുന്നത്. അതിന് ശേഷമാണ് ഈ കന്യകയിൽ നിന്നുള്ള നീ ഗർഭം ധരിക്കുന്നു, ഇമ്മാനുവൽ ഉണ്ടാകുന്നു ഒക്കെ പിന്നീട് എല്ലാം വെളിപാടും കൊടുക്കുന്നത്. അതാണ്. ആമേൻ. അപ്പം നമുക്കിത് കിട്ടണമെങ്കിൽ ആദ്യം നമ്മളിൽ ഒരു വിശുദ്ധീകരണം നടക്കണം. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതാണ് നമുക്കുണ്ടത്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നോക്കി, അവൻ 12 പേരെ വിളിച്ച് സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു, അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. ആമേൻ. എന്നിട്ട് 10-ാം അധ്യായത്തിൽ വീണ്ടും അവർ പോയി രോഗികളെ സൗഖ്യപ്പെടുത്തി. ഇനി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നെ പറഞ്ഞു, അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാതിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പ് അയച്ചു. കേട്ടോ, ഇതെല്ലാം അയക്കുകയാണ്. ശക്തിയും അധികാരം കൊടുത്ത് അയക്കണം. ഈ ശക്തിയും അധികാരമില്ലാതെ നീ എന്ത് അധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? നിന്നോട് ആര് പറഞ്ഞതൊക്കെ? യേശുവിനോട് ചോദിച്ചു, നീ ആര് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പം പറഞ്ഞു,
എൻ്റെ കൂടെ എൻ്റെ പിതാവുണ്ട്, അവനാണ് എന്നെ അയച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ വ്യക്തമായിട്ട് പറയണം. ഇന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന് എന്നെ ദൈവം അയച്ചിരിക്കുന്നുള്ളത്? എങ്കിൽ നോ പ്രോബ്ലം, നീ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചിട്ട് വരും. ആമേൻ. എന്നിട്ട് ഇവര് ഈ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനം, ഈ 72 പേരും സന്തോഷത്തിൽ തിരിച്ചു വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു കേട്ടോ. അന്നേരമാണ് ഈശോ പറഞ്ഞത്, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നലൊപ്പം നിബന്ധിക്കുന്നു പോലെ ഞാൻ കണ്ടു. സാത്താനെ സ്വർഗത്തിൽ നിന്ന് അവനെ പരാജയപ്പെടുത്തി താഴെ ഇട്ടു. അവൻ പിന്നീട് ഈശോ ഇവിടെ വന്ന് അവന്റെ തല താഴ്ത്തിരിക്കുന്നു, നമ്മുടെ മേലെ അധികാരം ഏറ്റെടുത്തുകൊണ്ട്. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. ഈ അധികാരം അവന്റെ നേരിട്ടു. ആമേ. ഒരു യുദ്ധത്തിന് പോകുമ്പോഴത്തേക്ക് ആദ്യം ഗവൺമെന്റിന്റെ അധികാരം വേണം. ആമേ. എവിടെ പോകണം, എന്ത് ചെയ്യണം, എവിടെ ട്രെയിനിങ് വേണം എന്നൊക്കെ ഉള്ളത് എല്ലാ അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നീ എന്നെ ചെയ്യണം? നീ ശക്തി നിറയണം. ശക്തി എന്ന് പറഞ്ഞാൽ നീ വചനത്തിനകത്താണ് ശക്തി ഇരിക്കുന്നത്. വചനം നിറയണം. ഏതാ? ഞാൻ യേശുവിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവൻ, ഞാൻ അവനെപ്പോലെ രൂപാന്തരപ്പെടും. ഇത് ദൈവത്തിന്റെ ആലയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബോധ്യങ്ങളാണ് നിന്നിൽ ഡെലിവറൻസ് നടക്കുന്നത്. ഹല്ലേലൂയ. സത്യം നീ അറിയും, സത്യം നിന്നെ സ്വന്തമാക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ വചനം കേട്ടോ. അപ്പൊ ഈ സത്യങ്ങൾ അറിയണം, എന്നാലേ ഉള്ളൂ കർത്താവ് നിന്നിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇതെല്ലാം പഠിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ നിന്നിൽ വിശുദ്ധീകരണം നടക്കും. ആമേൻ. അപ്പോൾ നിന്നിലൂടെ കർത്താവ് പലതും സൃഷ്ടിക്കും, പലതും ചെയ്യും. പിശാചിനെ ബഹിഷ്കരിക്കും, അന്തർക്ക് കാഴ്ച കൊടുക്കും. നീയല്ലേ ചെയ്യുന്നത്, നിന്നിലൂടെ കർത്താവ് ചെയ്യണം. അതിനുവേണ്ടി നിനക്കൊരു വിശുദ്ധീകരണം വേണം. ആമേൻ. താങ്ക് യു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഈ ശക്തിയും ദൈവരാജ്യത്തെ പറ്റി നമ്മൾ പഠിക്കണം. അപ്പോൾ നിന്നിൽ ഈശോ മാംസം ധരിക്കും, വചനം മാംസമാകും. അപ്പോൾ നിന്നിൽ നിന്ന് ദൈവസ്നേഹം, ദൈവശക്തി എല്ലാം വരും. ആമേൻ. യേശു നന്ദി. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഓരോ വചനവും എഴുതി പഠിക്കണം. നീ പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. മറ്റുള്ളവരിൽ നിന്ന് മനുഷ്യനെ പഠിപ്പിച്ചാലുണ്ടല്ലോ അവനൊന്നും മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം പ്രസംഗിക്കുന്നത്, പക്ഷെ ആർക്കും മനസ്സിലായില്ല. കാരണം ഇത് ആത്മീയമായിട്ട് വിവേചിച്ചാലാണ്. ആദ്യം നിന്റെ ഹൃദയം കർത്താവ് തുറക്കണം കേട്ടോ. ശിഷ്യന്മാരുടെ ഹൃദയം കർത്താവ് തുറന്നു. അപ്പോൾ ഈ വിശുദ്ധലേഖനങ്ങൾ നീ പറഞ്ഞ് മനസ്സിലാക്കി നിന്നിലേക്ക് ദൈവിക ശക്തി വന്നിട്ട് ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഹിതം. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.